ഹായ് നമസ്കാരം. ജസ്റ്റ് എമിറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് അടിപൊളി ഒരു ഫ്രഞ്ച് ത്രില്ലർ സിനിമയാണ് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. അതിനു മുമ്പായി ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് പറയുക. സെൻറ്റിനൽ സിനിമ നെറ്റ്ഫ്ലിക്സിലാണ് റിലീസായിട്ടുള്ളത്. സിനിമയുടെ പ്രധാന കഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഞ്ച് ആർമി ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ഈ ഓപ്പറേഷൻ ഇവർ വിചാരിച്ച പോലെയല്ല, ഓപ്പോസിറ്റ് ആയിട്ടാണ് സംഭവിക്കുന്നത്. ഈ ഓപ്പറേഷനിൽ നമ്മളെ കഥാനായികയുണ്ട്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇവർക്ക് തുടർന്ന് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നില്ല. ആ സംഭവത്തിൻ്റെ റിയാക്ഷൻ ഇവർ മെൻ്റലി ഫിസിക്കലി ഇവരെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ആ ഒരു കാരണം കൊണ്ട് ഇവർ ജോലിയിൽ നിന്നും കുറച്ച് മാറി നിൽക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ ഫാമിലിയുടെ അടുത്ത് പോകുന്നു. ഫാമിലിയിൽ ഇവരെ സിസ്റ്ററും ഇവരും ഒരു ദിവസം ഒരു പബ്ബിൽ പാർട്ടിക്ക് പോകുന്നു. ആ പാർട്ടിക്ക് ശേഷം ഇവരെ സിസ്റ്റർ മിസ്സിങ് ആവുന്നു. ഇവരെ സിസ്റ്റർക്ക് എന്ത് പറ്റി, അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ് എന്നുള്ളതാണ് സിനിമയുടെ ഫുള്ള് കഥയും. അവർക്കെതിരെ റിവെഞ്ചും കാര്യങ്ങളൊക്കെയാണ് സിനിമ ഫുള്ളായിട്ട് പറയുന്നത്. സിനിമയുടെ പ്രധാന പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഈ നേരത്തെ പറഞ്ഞ ത്രെഡ് നമ്മൾ പല സിനിമകളിലും കണ്ടിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് സ്റ്റൈലാണ് നമ്മളെ സിനിമനെ ഫുള്ളായിട്ട് കണ്ട് പിടിച്ചിരുത്തുന്നത്. സിനിമ പൂർണ്ണമായിട്ടും ത്രില്ലർ സ്വഭാവമുള്ള ഒരു സിനിമയാണ്. നമുക്ക് ഫ്രഞ്ച് ഭാഷയിലാണ് സിനിമ ഉള്ളത്. പക്ഷേ ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സീൻ കണ്ടാൽ തന്നെ നമ്മൾ ആ സിനിമ ഫുള്ള് കണ്ടിരുന്നു പോകും. അത്രയ്ക്ക് നല്ല മേക്കിംഗ് സ്റ്റൈലിലാണ് സിനിമയിലുള്ളത്. അതുപോലെ തന്നെ സിനിമയിൽ മറ്റൊരു പ്ലസ് പോയിൻ്റ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ്. വലിയ ഒച്ചപ്പാടും ബഹളമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ സിനിമ പോകുന്നതിനനുസരിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും കാര്യങ്ങളൊക്കെയാണ് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടത്. അതുപോലെ തന്നെ വിഷ്വൽസാണ്. അന്യഭാഷാ സിനിമകളെല്ലാം നല്ല വിഷ്വൽസിന് നല്ല പ്രാധാന്യം ഉണ്ടാകും. അതുപോലെ തന്നെ വിഷ്വൽസിന് നല്ല പ്രാധാന്യമുള്ള ഒരു സിനിമ തന്നെയാണിത്. പിന്നെ സിനിമയുടെ ഫൈറ്റ് സ്വാഭാവികമായിട്ട് ഇംഗ്ലീഷ് സിനിമകളിലും അന്യഭാഷാ സിനിമകളിലെല്ലാം കാണുന്ന പോലെ വലിയ യന്ത്രങ്ങളുടെ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ടുള്ള ഫൈറ്റും കാര്യങ്ങളൊക്കെയാണ്. സിനിമ എങ്ങനെയുള്ള ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളൊരു 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർ കാണുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം അഡൽ കണ്ടൻറ്റുകളും വയലൻസും അത്യാവശ്യം നല്ല കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലുള്ളവർ കാണുന്നതായിരിക്കും സിനിമ കുറച്ചും കൂടി നന്നാവുക. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ സിനിമ കാണാൻ പറ്റും. സിനിമയിൽ വലിയ നെഗറ്റീവും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നല്ല ഒരു കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.